السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാനമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തഖ്വയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യനായ പണ്ഡിതൻ സാലിഹ് സിന്ദി ഹഫിളഹുള്ളയുടെ മറാഖിൽ വായി എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തുടർ പരമ്പര ക്ലാസ്സുകളിലാണുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അൽ അലാഖത്തു ബൈനൻ നഖ്ലി വൽ അഖ്ൽ, ബുദ്ധിയും പ്രമാണവും തമ്മിലുള്ള ബന്ധം എന്നതാണ്. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങലാണ്. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങുക എന്നതാണ് ഇസ്ലാം എന്നാൽ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ മനസ്സെപ്പോഴും അല്ലാഹുവേ, നീയാണ് എൻ്റെ റബ്ബ്, നീ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നിന്നിൽ നിന്നാണ് എനിക്ക് ഹിദായത്ത് ലഭിക്കുന്നത്, നിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിയാണ് ജീവിക്കുന്നത് എന്നൊരു വിശ്വാസം, ആ രൂപത്തിലായിരിക്കും ഒരു വിശ്വാസിയുടെ മനസ്സെപ്പോഴും ഉണ്ടാവുക. അതല്ലാത്ത നിലക്ക് ഉള്ള വിശ്വാസമുള്ളവൻ അവനവൻ്റെ ഈമാനിനെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈമാൻ ഉണ്ടാകാൻ മുറുകെ പിടിക്കേണ്ടത് വിശുദ്ധ ഖുർആനും സുന്നത്തുമാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്, പ്രമാണങ്ങളാണ്. അത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ ഒരു വിശ്വാസിക്ക് അവൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കില്ല. എന്താണോ അള്ളാഹു പറഞ്ഞത്, എന്താണോ റസൂല് പറഞ്ഞത്, ആ കാര്യമാണ് അവൻ്റെ ജീവിതത്തിൽ അവന് മുൻഗണന നൽകുക. ഖുർആനിനും ഹദീസിനുമാണ് ഒരു വിശ്വാസി മുൻഗണന നൽകേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ മറ്റൊന്നിനെയും മുന്തിക്കാൻ വിശ്വാസിക്ക് പാടുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, വിശുദ്ധ ഖുർആനും ഹദീസും ഈ രണ്ട് വഹയും അഥവാ നമ്മുടെ പ്രമാണങ്ങളെയാണ് വിശ്വാസി ജീവിതത്തിൽ എപ്പോഴും മുന്തിക്കേണ്ടത്. ഇത് വിശ്വാസി എപ്പോഴും ഓർക്കേണ്ട ഒരു പാഠമാണ്. വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയുമാണ് നാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മുന്തിക്കേണ്ടത് എന്ന് വിശ്വാസി എപ്പോഴും ഓർക്കേണ്ട ഒരു പാഠമാണ്. ഇന്ന് ചില ആളുകൾ അതിന് വിപരീതമായിക്കൊണ്ട് ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനും ഹദീസുമാണ്, അതിനെയാണ് മുൻഗണന നൽകേണ്ടത്, മുന്തിക്കേണ്ടത് എന്ന വിഷയത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ഖുർആനിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ, ഹദീസിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ, പ്രമാണങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ, ഇതൊക്കെ ബുദ്ധിക്ക് യോജിച്ചതാണോ എന്നൊക്കെ ഉള്ള നിലക്ക് പിന്നെ ചില വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. പ്രമാണവും അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ അത്തരത്തിൽ അതിലൊക്കെ ഉണ്ടാകുമോ, അതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചതാണോ എന്ന നിലക്ക് സംശയങ്ങൾ, വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകളെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതൊരു മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. വിശുദ്ധ ഖുർആനിലും ഒരു ഹദീസിലും ഒരു കാര്യം വന്നാൽ പിന്നെ അവിടെ ബുദ്ധി ഉപയോഗിച്ച് പിന്നെ അതൊക്കെ അങ്ങനെ ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മുനാഫിക്കിൻ്റെ സ്വഭാവമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനർത്ഥം
ഒരു മനുഷ്യൻ അവൻ്റെ ബുദ്ധിയെ തീരെ ഉപയോഗിക്കേണ്ടതില്ല എന്നാണോ? അതല്ല, ഇനി അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചാൽ പിന്നെ പ്രമാണത്തിൽ എന്തെങ്കിലും പിന്നെ തെറ്റുണ്ട് എന്ന് കണ്ടെത്തും എന്നാണോ? അതല്ല, ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഒരാൾ ബുദ്ധി ഉപയോഗിക്കേണ്ടതേ ഇല്ല, അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് വിശുദ്ധ ഖുർആനെയും ഹദീസിനെയും പിന്നെ സ്വീകരിച്ചാൽ പിന്നെ പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യം കണ്ടെത്താൻ സാധിക്കുമെന്നാണോ? അതല്ല, പിന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും തെറ്റുണ്ട് എന്ന് കണ്ടെത്തും എന്നാണോ? അല്ല, മറിച്ച് ബുദ്ധിയും പ്രമാണവും അത് പരസ്പരം ശക്തി പകരുന്ന ഒന്നാണ്. ഒരിക്കലും വിശുദ്ധ ഖുർആനും ഹദീസും അഥവാ പ്രമാണങ്ങൾ, വഹയും ബുദ്ധിയും ഒരിക്കലും പരസ്പരം വൈരുദ്ധ്യമുണ്ടാവുക എന്നുള്ളത് അസംഭവ്യമാണ്. മറിച്ച് പ്രമാണവും ബുദ്ധിയും അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, പരസ്പരം ശക്തി പകരുന്നതാണ്. പ്രമാണങ്ങളിലുള്ള കാര്യം നമുക്ക് ബുദ്ധിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ഏതെങ്കിലും ഒരു വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് അത് നമുക്ക് പിന്നെ പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം, ഹദീസ് പറഞ്ഞ കാര്യം, അതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുക, അതെങ്ങനെ നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കുക എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഒരു കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അത് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണല്ലോ. അതല്ല എങ്കിൽ ഒരു കാര്യം ഉപേക്ഷിക്കാൻ പറഞ്ഞത് അത് ഉപയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ കാണാൻ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പ്രമാണത്തോട് വിരുദ്ധമാകുന്ന ഒരു കാര്യവും കാണാൻ സാധിക്കില്ല. ശരിയായ ബുദ്ധിയും പ്രമാണവും ഇതും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യം ഒരിക്കലും ഉണ്ടാവുകയില്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതും പ്രമാണവും ബുദ്ധിയും പരസ്പരം ശക്തി പകരുന്നതുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? വിശുദ്ധ ഖുർആനും ഹദീസും അഥവാ നമ്മുടെ പ്രമാണങ്ങൾ അവതരിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിശുദ്ധ ഖുർആനും ഹദീസും അത് രണ്ടും അല്ലാഹു ആണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചത്. നമ്മുടെ ബുദ്ധിയും അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, നമുക്ക് ബുദ്ധി നൽകിയത് അള്ളാഹുവാണ്. അപ്പോൾ പ്രമാണത്തിൻ്റെയും ബുദ്ധിയുടെയും സ്രോതസ് രണ്ടും ഒന്നാണ്. പ്രമാണം അള്ളാഹുവിൽ നിന്നാണ്, നമുക്ക് ബുദ്ധി നൽകിയതും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഒരേ സ്രോതസ്സിൽ നിന്ന് വന്ന രണ്ട് കാര്യങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടാവുക? അള്ളാഹു നമുക്ക് നൽകിയ വഹി, അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധി, ഇത് തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവുക എന്നുള്ളത് അസംഭവ്യമാണ്. അള്ളാഹു തആല നൽകിയ ബുദ്ധി ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രമാണത്തെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതും പ്രമാണവും ബുദ്ധിയും ഒരേ രൂപത്തിൽ വൈരുദ്ധ്യമില്ലാതെ പോകുന്നതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, പ്രമാണവും ബുദ്ധിയും വൈരുദ്ധ്യമായി ചില സന്ദർഭങ്ങളിൽ അനുഭവപ്പെടും. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ചില പ്രമാണങ്ങൾ അത് ബുദ്ധിക്ക് യോജിക്കാത്തതാണല്ലോ എന്ന തോന്നൽ ചില ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? പല കാരണങ്ങൾ നമുക്ക് അതിന് കാണാൻ സാധിക്കും. പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന തോന്നൽ ഉണ്ടാകുന്നതിന് പല കാരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്നാണ് പിന്നെ അത്തരത്തിൽ തോന്നുന്ന ബുദ്ധിക്ക് വിരുദ്ധമാണ് എന്ന് തോന്നുന്ന പ്രമാണം സ്വഹീഹ് അല്ലാതിരിക്കുക അഥവാ സ്വീകാര്യയോഗ്യം അല്ലാതിരിക്കുക എന്നുള്ളത്. അത് സ്വാഭാവികമായും ഖുർആനിൽ ഉണ്ടാവുകയില്ല, മറിച്ച് ഹദീസിലാണ് ഉണ്ടാവുക. ഒരു വ്യക്തിക്ക് ഒരു ഹദീസ് കണ്ടു തോന്നുകയാണ്, ഈ പിന്നെ പറഞ്ഞ കാര്യം അത് ബുദ്ധിക്ക് യോജിച്ച കാര്യമല്ലല്ലോ, അത് ബുദ്ധിക്ക് വിരുദ്ധമായ ഒരു കാര്യമാണല്ലോ എന്ന് ചിലപ്പോൾ ചില ഹദീസുകൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ പിന്നെ ആ ഹദീസിനെ കുറിച്ച് വ്യക്തമായി കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഹദീസ് എന്തായിരുന്നില്ല, സ്വീകാര്യയോഗ്യമായിരുന്നു. ഒന്നുകിൽ ലഈഫോ അല്ലെങ്കിൽ മൗദൂഅോ ആയ ഹദീസുകളെക്കുറിച്ച് ചിന്തിച്ചപ്പോഴായിരിക്കും അത്തരത്തിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നുക. അതുകൊണ്ട് തന്നെ ആ വൈരുദ്ധ്യം നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം സ്വഹീഹല്ലാത്ത ഹദീസുകൾ, ലഈഫും മൗദൂഉം ഒക്കെ ആയിട്ടുള്ള ഹദീസുകൾ നമ്മൾ പ്രമാണമായി സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഹദീസുകൾ ബുദ്ധിക്ക് വിപരീതമായി, ബുദ്ധിക്ക് യോജിക്കാത്തതായി വന്നാൽ നമ്മുടെ പ്രമാണവുമായി അത് വൈരുദ്ധ്യമുണ്ടാകുന്നില്ല. കാരണം ലഈഫായ ഹദീസുകൾ പ്രമാണമായി നാം അംഗീകരിക്കുന്നില്ല എന്ന്. രണ്ടാമത്തെ ഒരു കാരണം, പ്രമാണവും ബുദ്ധിയും തമ്മിൽ
വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നാനുള്ള രണ്ടാമത്തെ ഒരു കാരണം, ദീനല്ലാത്ത കാര്യങ്ങൾ ദീനിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ് അത്തരത്തിൽ സംഭവിക്കുക. അഥവാ ചിലപ്പോൾ ചില ആളുകൾ ഇസ്രായേലിയാത്ത് അഥവാ മുൻകാല സമുദായങ്ങൾക്ക് അവതരിച്ച അവരുടെ നിയമങ്ങൾ ഒരുപക്ഷെ അത് ദീനിലുള്ളതായി അവതരിപ്പിക്കുകയോ അതല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിൻ്റെ അവാന്തര വിഭാഗങ്ങൾ അഥവാ ശരിയായ അഖീദയിൽ നിന്നും പുറത്തുപോയ ആളുകളുടെ ആശയങ്ങൾ അതൊക്കെ ദീനായി അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത്തരത്തിൽ തോന്നാൻ സാധ്യതയുണ്ട്. പ്രമാണവിരുദ്ധമാണ്, പിന്നെ പ്രമാണം ബുദ്ധിക്ക് യോജിക്കാത്തതാണ് എന്ന നിലക്ക് തോന്നും. അതും നാം മനസ്സിലാക്കേണ്ടത് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, മുൻകാല സമുദായങ്ങൾക്ക് അവതരിപ്പിച്ച കാര്യങ്ങൾ അതല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ആളുകൾ ഇവരുടെ ഒന്നും ആശയങ്ങൾ എന്തല്ല ഇസ്ലാമിൻ്റെ ആശയങ്ങളല്ല, മറിച്ച് ഇസ്ലാമും അതും തമ്മിൽ വളരെ പിന്നെ വേറിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമും പ്രമാണവും ഇസ്ലാമിൻ്റെ പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് അവർ പ്രമാണമായി കണ്ടത് ഇസ്ലാമിൻ്റെ ആശയമല്ലാത്ത ആശയങ്ങളെയാണ്. അതുകൊണ്ടാണ് അവർക്ക് പ്രമാണവും ബുദ്ധിയും വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നാൻ കാരണം. മൂന്നാമത്തെ ഒരു കാരണം, ഇത്തരത്തിൽ പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യം വരുന്നു എന്ന് തോന്നാനുള്ള മൂന്നാമത്തെ ഒരു കാരണം, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായ കാര്യം തന്നെ ബുദ്ധിക്ക് യോജിക്കാത്തതാണ് എന്ന അഭിപ്രായം പറയുക. അഥവാ മുൻകാലങ്ങളിൽ പിന്നെ ചില ആളുകൾ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ആഖിറത്തിൽ നമ്മുടെ അമലുകൾ അളക്കുക, നമ്മുടെ അമലുകൾ തൂക്കിക്കണക്കാക്കുവാൻ തുലാസുണ്ട് എന്ന കാര്യം നാം എങ്ങനെ വിശ്വസിക്കും? കാരണം അമലുകൾ എന്നുള്ളത് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അമലുകൾ എന്നുള്ളത്. അപ്പോൾ ആ അമലുകൾ നമുക്ക് തൂക്കിക്കണക്കാക്കാൻ, അത് കയ്യിലെടുക്കാനോ തൂക്കിക്കണക്കാക്കാനോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല അമലുകൾ. പിന്നെ എങ്ങനെ അല്ലാഹു തആല അമലുകളെ തൂക്കിക്കണക്കാക്കും? അത് ബുദ്ധിക്ക് വിരുദ്ധമല്ലേ എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ പിന്നെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത്തരം നമുക്ക് കഴിയാവുന്ന സാധനങ്ങൾ മാത്രമല്ല നമ്മൾ അളക്കുന്നത്. ചൂട് നാം അളക്കുന്നുണ്ട്, അത് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒന്നല്ല. വേഗത നാം അളക്കുന്നുണ്ട്, അതുപോലെ പിന്നെ ശബ്ദം നാം അളക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലെടുക്കാൻ സാധിക്കുന്നവ അല്ലാഞ്ഞിട്ട് പോലും ഇവയൊക്കെ നമുക്ക് അളക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത്തരത്തിൽ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ അളക്കുവാൻ കഴിയൂ എന്നുള്ളത് പിന്നെ അത്തരം ആളുകൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ അമലുകൾ തൂക്കി കണക്കാക്കുവാൻ സാധിക്കുകയില്ല എന്ന്. മറിച്ച് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? അതല്ലാത്ത സംഗതികൾ, ചൂടും തണുപ്പും വേഗതയും ശബ്ദവും ഇതൊന്നും ഇത്തരത്തിൽ തൂക്കിക്കണക്കാക്കാൻ സാധിക്കുന്നില്ല. മറിച്ച് അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവയുടെ അളവ്, പിന്നെ ശബ്ദം ഇത്ര അളവ് എന്ന് നാം പറയുന്നുണ്ട്, ചൂടിൻ്റെ അളവ് നാം പറയുന്നുണ്ട്, അതുപോലെ വേഗതയുടെ അളവ് നാം പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അളക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ച ഇത്തരം കാര്യങ്ങളെ മനുഷ്യന് അളക്കാൻ സാധിക്കുമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ പിന്നെ അമലുകൾ അളക്കാൻ എന്ത് പ്രയാസമാണ് ഉണ്ടാവുക? അപ്പോൾ ഇത്തരം ആളുകൾ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുടെ വാദം അവിടെ തെറ്റാവുകയാണ്. ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാണ് എന്ത്? അമലുകൾ അളക്കാൻ സാധിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ബുദ്ധിയും പ്രമാണവും വൈരുദ്ധ്യമാണ് എന്ന് തോന്നാനുള്ള മറ്റൊരു കാരണമാണ് അസാധ്യമായ സംഗതിയെയും വിദൂര സാധ്യതയുള്ള സംഗതിയും ഒരുപോലെ കാണുക എന്നുള്ളത്. അഥവാ ഇത് രണ്ടാണ്. അസാധ്യമായ സംഗതിയും വിദൂര സാധ്യതയുള്ള സംഗതിയും എന്നാൽ രണ്ടും രണ്ടാണ്. അസാധ്യമായത് എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടായിരിക്കെ ഇല്ലാത്തൊരു വസ്തു, അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടായിരിക്കെ ഇല്ലാത്തൊരു വസ്തു, അങ്ങനെ ഒരേ സമയം ഉണ്ടാവുകയും ഇല്ലാത്തതുമായൊരു വസ്തു, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ വിദൂര സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് പിന്നെ തേനിൻ്റെ അരുവി, പാലിൻ്റെ അരുവി എന്നൊക്കെ കാണുവാൻ സാധിക്കും. അത് വിദൂര സാധ്യതയുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ അങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല, ഈ ദുനിയാവിൽ അങ്ങനെ ഒന്ന് കണ്ടിട്ടുമില്ല. അതുണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുമില്ല. അതുകൊണ്ട് നമുക്കത് വിദൂര സാധ്യതയാണ്, അസാധ്യമായ ഒന്നല്ല. തേനിൻ്റെ അരുവി അതെന്താ ഉണ്ടായിക്കൂടെ? പാലിൻ്റെ അരുവി അള്ളാഹുവിന് അത് സൃഷ്ടിക്കാൻ പ്രയാസമുണ്ട്. കാരണം
ഭൂമിയുടെ മുക്കാൽ ഭാഗവും നിറഞ്ഞു നിൽക്കുന്ന കടൽ എന്നുള്ളത് ഉപ്പുവെള്ളം കൊണ്ട് നിറഞ്ഞതാണ്. അങ്ങനെ ഉപ്പുവെള്ളം കൊണ്ട് ഭൂമിയെ നിറയ്ക്കാൻ സാധിക്കുന്നവന് തേനിൻ്റെ അരുവിയും പാലിൻ്റെ അരുവിയും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണോ? അല്ല. അസാധ്യവും വിദൂര സാധ്യതയും ഇതിനെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ ഹദീസുകളിൽ അത്തരം വിദൂര സാധ്യതയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അസാധ്യമാണ് എന്നല്ല. എങ്ങനെയാണ് തേനിൻ്റെ അരുവി ഉണ്ടാവുക, പാലിൻ്റെ അരുവി ഉണ്ടാവുക? അത് അസാധ്യമാണ് എന്ന് പറയരുത്. മറിച്ച് നമുക്കത് മനസ്സിലായിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഉണ്ടാക്കുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. അതൊക്കെ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ബുദ്ധിക്ക് അസാധ്യമെന്ന് തോന്നുന്നതും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതും. ഇത് രണ്ടും ഒരുപോലെയാണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പ്രമാണവും ബുദ്ധിയും പിന്നെ വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നും. അഥവാ ബുദ്ധിക്ക് അസാധ്യമായ സംഗതികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംഗതി, ഉണ്ടായിരിക്കെ ഇല്ലാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു അസാധ്യമായ കാര്യമാണ്, അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. എന്നാൽ മറിച്ച് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടാവും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സമയം ഒരു കാര്യം മാത്രമേ കേൾക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അല്ലാഹു തആല എല്ലാം ഒരേ സമയം എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാത്തിനും പിന്നെ ഉത്തരം നൽകുന്നവനാണ്. ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല എന്നതുകൊണ്ട് അത് അസാധ്യമാണ് എന്ന് പറയാൻ പാടില്ല. പ്രമാണങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് പരിധിയുണ്ട്, നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്, നമ്മുടെ കാഴ്ചക്ക് പരിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് പരിധിയുണ്ട്, എല്ലാത്തിനും പരിധിയുണ്ട് എന്നതുകൊണ്ട് അതെന്തെയില്ല, നമുക്ക് മനസ്സിലാകില്ല, നമ്മുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എങ്ങനെയാണത് ഉണ്ടാവുക എന്നുള്ളത്. മറിച്ചത് അസാധ്യമായ കാര്യമല്ല. അപ്പോൾ ഈ അസാധ്യമായ കാര്യത്തെയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അഥവാ നമ്മുടെ ബുദ്ധിയുടെ പരിമിതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഇവ രണ്ടിനെയും ഒരുപോലെ കാണാൻ പാടില്ല. അപ്പോൾ അസാധ്യമായത് അസാധ്യമായതാണ്, എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അസാധ്യമല്ല. അല്ലാഹു തആലക്ക് കഴിയുന്നവനാണ്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആല എല്ലാത്തിനും കഴിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കേൾക്കാനും എല്ലാ കാര്യങ്ങളും കാണാനും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നവനാണ് അല്ലാഹു തആല. അപ്പോൾ ആ കാര്യം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, ഈ പിന്നെ അസാധ്യവും പിന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അതും അസാധ്യമാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അവിടെ പിന്നെ പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് അത്തരം ആളുകൾ ചിന്തിക്കും. അതുപോലെ തന്നെ പിന്നെ ഇത്തരം പിന്നെ പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യം തോന്നാവുന്ന മറ്റൊരു കാരണമാണ് പ്രമാണത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത്. പ്രമാണം അഥവാ വിശുദ്ധ ഖുർആനിലും ഹദീസിലുമുള്ള ഒരു കാര്യത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അവിടെ നമുക്ക് എന്ത് തോന്നും, അത് പിന്നെ ബുദ്ധിക്ക് യോജിക്കാത്തതാണ് എന്ന് തോന്നും. അത്തരത്തിൽ പിന്നെ ആളുകൾ ഹദീസിൽ എന്തെങ്കിലും അബദ്ധം കണ്ടെത്തിയാൽ അഥവാ തങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത വിധത്തിൽ അബദ്ധം കണ്ടെത്തിയാൽ അത് ബുദ്ധിക്ക് വിരുദ്ധമാണ് പിന്നെ എന്ന് മനസ്സിലാക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമുക്ക് ഹദീസിൽ കാണാവുന്ന ഒരു സംഗതിയാണ്, പിന്നെ സുബഹി നമസ്കരിക്കാതെ ഉറങ്ങിയ ആൾ, അവൻ്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിക്കും എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ ഒരാൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? അങ്ങനെ സുബഹി നമസ്കരിക്കാതെ പിന്നെ രാവിലെ എണീറ്റയാൾ, അയാളുടെ ചെവിയിൽ മൂത്രം കാണുന്നില്ലല്ലോ, അതെങ്ങനെ നാം മനസ്സിലാക്കുക എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ആ ഹദീസിനെ അയാൾ മനസ്സിലാക്കിയതിലുള്ള പിഴവാണ്. കാരണം പിശാചും അവൻ്റെ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ പിശാച് അദൃശ്യനാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ അവൻ ഈ ഹദീസിനെ വിശ്വസിക്കുന്നത്. അപ്പോൾ പിശാച് അദൃശ്യനായതുകൊണ്ട് പിശാചിൻ്റെ മൂത്രവും അദൃശ്യമാണ്. അപ്പോൾ പിശാച് അദൃശ്യനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പിന്നെ എങ്ങനെയാണ് പിശാചിൻ്റെ മൂത്രം ചെവിയിൽ കാണുന്നില്ല എന്ന് പറയുക? അപ്പോൾ ഒന്നാമത്തത് അയാൾ വിശ്വസിക്കുന്നു, പിശാച് അദൃശ്യനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ പിശാചിൻ്റെ മൂത്രവും അതും അദൃശ്യമാണ് എന്ന് വിശ്വസിക്കണം. അപ്പോൾ ആ ഹദീസ് മനസ്സിലാക്കിയെടുത്തുള്ള പിഴവാണ്. അതുകൊണ്ടാണ് അയാൾക്ക് അവിടെ പിന്നെ പ്രമാണവും ബുദ്ധിയും തമ്മിൽ
പിന്നെ വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നാനുള്ള കാരണം. ഇങ്ങനെ പിന്നെ പ്രമാണവും ബുദ്ധിയും തമ്മിൽ ഉള്ള ബന്ധം ഇങ്ങനെയാണ്. പ്രമാണവും ബുദ്ധിയും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമല്ല, മറിച്ച് പരസ്പരം ശക്തി പകരുന്നതാണ്. അത് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നെ പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നാൻ കാരണം ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള വസ്വാസ് ഉണ്ടാകുന്നതാണ്. ഒന്നുകിൽ പ്രമാണം ശരിയായ സ്രോതസ്സിൽ നിന്ന് ലഭിക്കാത്തതോ അതല്ല എങ്കിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കാത്തതോ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി പ്രമാണവും ബുദ്ധിയും തമ്മിൽ പിന്നെ ബന്ധം പറയുമ്പോൾ ആളുകൾക്കിടയിലുള്ള തെറ്റായ ഒരു വാദമാണ് ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിയെയാണ് മുന്തിക്കേണ്ടത്, പ്രമാണത്തെയല്ല എന്ന ഒരു വാദം നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ട് ആശയങ്ങളിൽ നിന്നാണ് ഈ ഒരു വാദം ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് നമുക്ക് കാണാം. ഒന്നാമതായി പിന്നെ ബുദ്ധിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്, അതിനാണ് മുൻഗണന നൽകേണ്ടത്. പ്രമാണത്തെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ്. അഥവാ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് ബുദ്ധിയെ പിന്നെ മുൻഗണന കൊടുത്തുകൊണ്ടാണ് പ്രമാണത്തെ മനസ്സിലാക്കേണ്ടത് എന്ന ഒരു വാദം. അതുപോലെ തന്നെ പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, അല്ലെങ്കിൽ അത്തരം ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കും എന്ന രണ്ട് പിന്നെ ആശയങ്ങൾ, അതിൽ നിന്നാണ് ഈ ഒരു വാദം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് പ്രമാണത്തിനേക്കാൾ മുന്തിക്കേണ്ടത് ബുദ്ധിയെയാണ്, ബുദ്ധിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അതിൽ പിന്നെ അങ്ങനെ ബുദ്ധിക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് പ്രമാണത്തെ മനസ്സിലാക്കേണ്ടത് എന്ന ഒരു വാദം. രണ്ടാമതായി ബുദ്ധിയും പ്രമാണവും തമ്മിൽ ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കും എന്ന രണ്ട് ആശയങ്ങളിൽ നിന്നാണ് പിന്നെ അത്തരത്തിൽ വൈരുദ്ധ്യമുണ്ടായിക്കഴിഞ്ഞാൽ പ്രമാണത്തേക്കാൾ ബുദ്ധിയെയാണ് പിന്നെ മുൻഗണന നൽകേണ്ടത് എന്ന വാദം എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ ആശയത്തിന് നമുക്ക് പിന്നെ മറുപടി പറയാൻ സാധിക്കുന്നത് അതൊരു തെറ്റായ വാദമാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിക്കല്ല പ്രാധാന്യം നൽകേണ്ടത്, മറിച്ച് പ്രമാണത്തിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു വിശ്വാസി എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ പ്രമാണം എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എനിക്ക് ഇൽമ് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്, ഹിദായത്ത് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയേക്കാൾ നാം മുന്തിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നും അവതരിച്ചിട്ടുള്ളതായ ആ വഹീനെയാണ് എന്ന് നാം മനസ്സിലാക്കുക. മാത്രമല്ല ബുദ്ധി എന്നുള്ളത് ഈ പ്രമാണം മനസ്സിലാക്കാനുള്ള ഒരു പിന്നെ ഉപകരണം മാത്രമാണ്. ബുദ്ധിയെയല്ല മുന്തിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിൽ നിന്നും അവതരിച്ച പ്രമാണത്തെയാണ് നാം മുന്തിക്കേണ്ടത്. ആ പ്രമാണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നാം പിന്നെ ബുദ്ധിയെ ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തേത് പിന്നെ ഈ ഒരു വാദം, ബുദ്ധിയെയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായാൽ ബുദ്ധിക്ക് മുൻഗണന നൽകണം എന്നുള്ള വാദം ഉണ്ടാകുവാനുള്ള രണ്ടാമത്തെ ഒരു ആശയം, ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യം ചില സമയങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ആശയമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയവും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബുദ്ധിയും പ്രമാണവും തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. കാരണം പ്രമാണം എന്നുള്ളത് തെറ്റുകളിൽ നിന്നും സംരക്ഷണം നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പ്രമാണത്തെ നമുക്ക് പിന്നെ ഓതി തന്നിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രമാണം തെറ്റുകൾ സംഭവിക്കാത്ത റസൂലിലൂടെ വന്നതാണ്. അപ്പോൾ ആ പ്രമാണം ബുദ്ധിക്ക് യോജിക്കാത്തത് അതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കളവ് പറഞ്ഞവനാണ്, അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിക്കാണ് പ്രശ്നം എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബുദ്ധിയും പ്രമാണവും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമല്ല, പരസ്പരം പിന്നെ പൂർണ്ണമായ ബന്ധം, പൂർണ്ണമായ യോജിപ്പാണ് എന്ന് നാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കി. അതുപോലെ പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, അവർ നൽകുന്ന ഉദാഹരണങ്ങൾ, അവർ നൽകുന്ന വിവരണങ്ങളൊന്നും കൃത്യമായിരിക്കുകയില്ല എന്നും നാം നേരത്തെ മനസ്സിലാക്കി. അഥവാ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ പ്രമാണവും ബുദ്ധിയും വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന പ്രമാണങ്ങൾ എന്തല്ല, ശരിയായ പ്രമാണങ്ങളല്ല, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിയത് കൃത്യമായ രൂപത്തിലല്ല. ഇങ്ങനെ അത്തരത്തിൽ പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യമല്ല, മറിച്ച് അത്തരം വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്ന ആശയം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറെ ബുദ്ധിയുള്ളവർ താബിഉകളാണ്.
അത് കഴിഞ്ഞാൽ പിന്നെ തബഉ താബികളാണ്. അപ്പോൾ ഇവർക്കൊന്നും എന്ത് മനസ്സിലായിട്ടില്ല, ഇങ്ങനെ പ്രമാണവും ബുദ്ധിയും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്തിട്ടില്ല, പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വാദവും തെറ്റാണ്. ആദ്യം പറഞ്ഞ ബുദ്ധിയേക്കാൾ അല്ല പ്രമാണത്തേക്കാൾ ബുദ്ധിക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ള വാദം തെറ്റാണ്. വിശുദ്ധ ഖുർആനും ഹദീസും അള്ളാഹുവിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ ബുദ്ധിയേക്കാൾ പ്രമാണത്തിനാണ് നാം പ്രാമുഖ്യം നൽകേണ്ടത്. രണ്ടാമതായി, പ്രമാണവും ബുദ്ധിയും തമ്മിൽ ചില വൈരുദ്ധ്യങ്ങളൊക്കെ കാണാം എന്ന ആശയവും തെറ്റാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അത്തരം തെറ്റാണ് എന്ന തോന്നലാണ് തെറ്റ്. കാരണം വിശുദ്ധ ഖുർആനും ഹദീസും അതുപോലെ തന്നെ ബുദ്ധിയും തമ്മിൽ പൂർണ്ണമായ യോജിപ്പാണ് എന്നും നാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയം, ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാവുകയാണെങ്കിൽ ബുദ്ധിക്ക് മുൻഗണന നൽകുക എന്നുള്ള ആ വാദവും ഈ കാരണങ്ങൾ കൊണ്ട് തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എന്നുള്ളത് നാം നേരത്തെ സൂചിപ്പിച്ചു, പൂർണ്ണമായി അള്ളാഹുവിന് കീഴൊതുങ്ങുക, വഹീന് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ സാക്ഷാത്കാരം ഉൾക്കൊള്ളുന്നത് തന്നെ വഹീന് കീഴൊതുങ്ങലാണ്, ബുദ്ധിക്ക് കീഴൊതുങ്ങലല്ല. വഹീന് കീഴൊതുങ്ങുമ്പോഴാണ് നമ്മുടെ ഇസ്ലാം പൂർണ്ണമാകുന്നത്. അല്ലാതെ നമ്മുടെ ഇസ്ലാം പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയേക്കാൾ നാം മുൻഗണന നൽകേണ്ടത് പ്രമാണത്തിനും വഹീനുമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഅസൂമാണ്, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാണ്. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മളാരും എന്തല്ല, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരല്ല. അപ്പോൾ ഏറ്റവും ശരിയായതിനെ തെറ്റുവരാൻ സാധ്യതയുള്ളതിനെ മുന്തിക്കുക എന്ന് വരും. നമ്മുടെ ബുദ്ധിയെ പ്രമാണങ്ങളെക്കാൾ മുന്തിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ശരിയായതിനേക്കാൾ മുന്തിക്കേണ്ടത് തെറ്റുവരാൻ സാധ്യതയുള്ളതിനെയാണ് എന്നാണ് അതിലൂടെ വരിക. അപ്പോൾ അതെന്തൊരു അബദ്ധമാണ്. ശരിയേക്കാൾ തെറ്റിനെ മുന്തിക്കുക അല്ലെങ്കിൽ തെറ്റ് വരാൻ സാധ്യതയുള്ളതിനെ മുന്തിക്കുക എന്ന് പറയുന്നത് വ്യക്തമായ അബദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇനി ബുദ്ധിയെയാണ് പരിഗണിക്കുക എന്ന് വന്നാൽ തന്നെ ആരുടെ ബുദ്ധിയാണ് അവിടെ പരിഗണിക്കുക? ഒരാൾക്ക് ശരിയായി തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് തെറ്റായി തോന്നും. അതുപോലെ ചെറിയ പ്രായത്തിലുള്ള ആളുകളുടെ ബുദ്ധിയല്ല വലിയ ആളുകൾക്ക് ഉണ്ടാവുക. നന്നായി എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമുള്ള ആളുകളുടെ ബുദ്ധിയായിരിക്കുകയില്ല അത്തരം അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമുള്ള ആളുകൾക്കുണ്ടാവുക. അപ്പോൾ ആരുടെ ബുദ്ധിയെയാണ് മുന്തിക്കുക എന്ന ആശയത്തെ പരിഗണിക്കുകയാണെങ്കിൽ ആരുടെ ബുദ്ധി പരിഗണിക്കും? അപ്പോൾ ബുദ്ധി എന്നതിനെന്തില്ല, കൃത്യമായി ബുദ്ധിയെ ഏകോപിപ്പിക്കുന്ന ഒരു മാനദണ്ഡം നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് വഹീനെ മുന്തിക്കുമ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞു, അതിനെ മുന്തിക്കുക. ബുദ്ധിയെ മുൻപത്തിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധിക്ക് മുൻഗണന നൽകുക എന്ന് പറയുമ്പോൾ ആരുടെ ബുദ്ധി? അത് നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രമാണത്തെയാണ് മുന്തിക്കേണ്ടത്, മറിച്ച് ബുദ്ധിയെ അല്ല എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യം ഒന്നും ഉണ്ടാവുകയില്ല എന്ന് നാം ഉറച്ചു വിശ്വസിക്കുക. നമുക്കങ്ങനെ തോന്നുകയാണ് പ്രമാണവും ബുദ്ധിയും തമ്മിൽ ഈ പറഞ്ഞത് എന്തോ ശരിയല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അല്ല എങ്കിൽ പ്രമാണം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നാം ചെയ്യേണ്ടത് ഏറ്റവും അടിസ്ഥാനമായി ആ ഒരു ഉറച്ച വിശ്വാസം നമ്മിലുണ്ടാവുക. പ്രമാണവും ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയേ ഇല്ല എന്ന് നാം ഉറച്ച് വിശ്വസിക്കുക. മറിച്ച് എനിക്കൊരു സംശയം തോന്നിയതാണ്, ആ സംശയത്തിന് കൃത്യമായ ഉത്തരമുണ്ടാകും, അത് ഞാൻ കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ പ്രമാണവും ബുദ്ധിയും തമ്മിൽ എന്തില്ല, വൈരുദ്ധ്യമില്ല. എനിക്കൊരു സംശയം ഉണ്ടായതാണ്, ആ സംശയത്തെ ഞാൻ മാറ്റാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം ആ സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ഒരു സംശയം അത്തരത്തിലുണ്ടായിക്കഴിഞ്ഞാൽ, പ്രമാണത്തിൽ വന്നതിൽ എന്തെങ്കിലും ഒരു സംശയം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് അതിൻ്റെ സത്യം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കുകയും ചെയ്യുക. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബി ആയാത്തില്ലാഹി ലാ യഹ്ദിഹിം. അല്ലാഹു തആല പറഞ്ഞു,
പിന്നെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവർക്ക് അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അങ്ങനെ അള്ളാഹുവിലും അവൻ്റെ റസൂലും പറഞ്ഞത് വിശ്വസിക്കുകയാണെങ്കിൽ, അവൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ്റെ ഹിദായത്ത് നമുക്ക് ലഭിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഉറച്ചു വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ ഖുർആനിലും ഹദീസിലും പ്രമാണങ്ങളിൽ വഹയിൽ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ സംശയത്തിനുള്ള ഉത്തരം അത് നമുക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും എന്ന് നാം മനസ്സിലാക്കുക. ഇനി ഇത്തരത്തിൽ സംശയമുണ്ടായാൽ നാം ചെയ്യേണ്ട മറ്റൊന്നാണ്, ഒരു പണ്ഡിതനെ, ഈ വിഷയത്തിൽ കൃത്യമായ അറിവുള്ള ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ കൃത്യമായ അറിവ് നൽകുന്ന ഒരു സ്രോതസ്, അതിനെ തേടി അവിടെ എത്തി സംശയം ദൂരീകരിക്കുക എന്നുള്ളതും അത്തരം സംശയമുണ്ടായിക്കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടതാണ്. കാരണം സംശയത്തിൻ്റെ ചികിത്സ എന്നുള്ളത് ചോദ്യം ചോദിക്കലാണ്, അതിൻ്റെ ഉത്തരം കണ്ടെത്തലാണ്. മാത്രമല്ല അത്തരം സംശയമുണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നാം ശ്രദ്ധിക്കുക എന്നുള്ളതും ഇതോടൊപ്പം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ ഇത്തരം സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിയേക്കാളും മറ്റെന്തിനേക്കാളും പ്രമാണത്തെയാണ് മുന്തിക്കേണ്ടത് എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനും ഹദീസുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എന്തെങ്കിലും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഖുർആനിൽ അങ്ങനെയാണുള്ളത്, ഹദീസിൽ അങ്ങനെയാണുള്ളത്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ മതി. വിശുദ്ധ ഖുർആനിൽ അതാണ് വന്നത്, ഹദീസിൽ അതാണ് വന്നത്. എനിക്കെന്ത് സംശയമുണ്ടായാലും ഈ പറഞ്ഞത് ഖുർആനും ഹദീസും അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ അതിൽ ഉറപ്പിച്ച് നിർത്തുന്നു എന്ന ഒരു നിലപാടുമാണ് വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ സംശയം കൃത്യമായ സ്രോതസ്സിൽ നിന്ന് ചോദിച്ച് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനൊരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചോദിക്കാൻ പാടില്ല, അത് നമ്മുടെ മനസ്സിൽ അടക്കി വെക്കുക എന്നുള്ളതാണോ? അല്ല, അത് നമ്മൾ ചോദിക്കണം. സ്വഹാബത്തിൽ തന്നെ അത്തരം ചെറിയ രൂപത്തിൽ അത്തരത്തിലുള്ള ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുകയാണ്, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വബുക്മൻ വസുമ്മ. അവരെ ഖിയാമത്ത് നാളിൽ അന്ധരും ബധിരരും മൂകരുമായി അവരുടെ മുഖങ്ങളിൽ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന ആയത്ത് അവതരിച്ച സമയത്ത് ഒരു സ്വഹാബി സംശയം ചോദിക്കുകയാണ്, എങ്ങനെയാണ് പ്രവാചകരെ മുഖങ്ങൾ കുത്തിക്കൊണ്ട് അവർ നടക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സംശയം ചോദിച്ചു. ഒരു സ്വഹാബി സംശയം ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകിയത്, ഇരുകാലുകളിൽ നമുക്ക് നടക്കാൻ കഴിവ് നൽകിയവൻ അവന് മുഖം കൊണ്ട് നടക്കാൻ കഴിവ് നൽകാൻ സാധിക്കുന്നവനല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയുണ്ടായത്. അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് ആ സംശയത്തെ തിരിച്ചു വിടുകയുണ്ടായത്. ശരിയല്ലേ? നമ്മുടെ ഈ കാലുകൾ കൊണ്ട് നടക്കാൻ കഴിവ് നൽകിയവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു അങ്ങനെ കഴിവ് നൽകിയത് കൊണ്ടാണ് നമ്മൾ ഈ കാലുകൊണ്ട് നടക്കുന്നത്. ആ അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റും? മുഖം കൊണ്ട് നടക്കാൻ കഴിവ് നൽകാൻ സാധിക്കും. ഇനി നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് അങ്ങനെ കാലുകൊണ്ടാണ് നടക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ബുദ്ധിയിലുണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മൾ കാലുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു നമ്മെ കൈകൊണ്ട് നടക്കുന്ന രൂപത്തിലായിരുന്നു സൃഷ്ടിച്ചത് എങ്കിൽ നമ്മുടെ ചിന്തയിൽ അതാണ് വരിക, എങ്ങനെയാണ് കാലുകൊണ്ട് നടക്കുക എന്ന ചിന്തയാണ് വരിക. അപ്പോൾ കൈകൊണ്ടാണോ നടക്കേണ്ടത്, കാലുകൊണ്ടാണോ നടക്കേണ്ടത്, മുഖം കൊണ്ടാണോ നടക്കേണ്ടത്? ഇതൊക്കെ കഴിവ് തരുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു ഇപ്പോൾ നമ്മൾ കാലുകൊണ്ട് നടക്കുന്നത് അള്ളാഹു നമുക്ക് കാലുകൊണ്ട് നടക്കാനുള്ള കഴിവ് നൽകിയതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹു തആലക്ക് മുഖം കൊണ്ട് നടക്കാൻ കഴിവ് നൽകാൻ സാധിക്കുന്നവനാണ്. അങ്ങനെ നൽകാൻ സാധിക്കുന്നവനല്ലേ എന്ന് അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് ആ സംശയത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് വിടുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ നമുക്ക് സംശയം ഉണ്ടാകുമ്പോൾ നാം ചിന്തിക്കുക, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് പരിമിതമായ ബുദ്ധിയാണ്. നമ്മുടെ കഴിവുകൾ എന്ന് പറഞ്ഞാൽ അത് പരിമിതമായ കഴിവാണ്. പ്രമാണം എന്നുള്ളത് അള്ളാഹുവിൽ നിന്നും അവൻ്റെ റസൂലിൽ നിന്നും അവതരിച്ചതാണ്. അതുകൊണ്ട് നാം പ്രമാണത്തെയാണ് മുന്തിക്കേണ്ടത്, ബുദ്ധിയെ അല്ല എന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമല്ല, മറിച്ച് അത് പരസ്പരം യോജിച്ച് പോകുന്നതാണ് എന്നും നാം മനസ്സിലാക്കുക. കാരണം ബുദ്ധി നൽകി പ്രമാണം അവതരിപ്പിച്ചവൻ തന്നെയാണ് നമുക്ക് ബുദ്ധി നൽകിയിട്ടുള്ളത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബുദ്ധിക്ക് അസാധ്യമായി തോന്നുന്നത്, ബുദ്ധിക്ക് വൈരുദ്ധ്യമായി തോന്നുന്നത് അല്ലാഹു തആല ഒരിക്കലും പ്രമാണത്തിലൂടെ പറയുകയില്ല. മറിച്ച് നമ്മുടെ ബുദ്ധിക്ക്
പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷേ അല്ലാഹു തആല ഒരിക്കലും അസാധ്യമായ കാര്യങ്ങൾ പറയുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു എല്ലാം കേൾക്കുന്നു. അതെങ്ങനെയെന്ന് നമുക്കറിയില്ല, മറിച്ച് അത് അള്ളാഹുവിന് കഴിയുന്നവനാണ് എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ അള്ളാഹ്ക്ക് അത് കഴിയുമെന്നുള്ളത്. അത്തരം കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു പറയുക. മറിച്ച് ബുദ്ധിക്ക് വിരുദ്ധമായത്, ബുദ്ധിയിൽ അസാധ്യമെന്ന് തോന്നുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പറയുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം ഇത്തരം സംശയമുണ്ടാകുമ്പോൾ ചോദ്യം ചോദിക്കുന്നതിനും ചില നിബന്ധനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ നിബന്ധനകളിൽപ്പെട്ടതാണ് ചോദ്യകർത്താവിൻ്റെ ഉദ്ദേശം സത്യം മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കണം. വെറുതെ ദീനിനെ പരിഹസിക്കാനോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുവാനോ ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുന്നതിനോ ചോദിക്കുന്നതിന് പകരം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നതിൻ്റെ സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ചോദിക്കുക. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുന്നത് അറിവുള്ള ആളുകളോടായിരിക്കുക. ഈ വിഷയം കൃത്യമായി പഠിച്ച ആളുകളോട്, പണ്ഡിതന്മാരോടൊക്കെയാണ് ചോദിക്കേണ്ടത്. അതിനു പകരം നമ്മുടെ കൂട്ടുകാരൊക്കെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാവർക്കും കയറി ഉത്തരം പറയാവുന്ന, അറിയുന്നവനും അറിയാത്തവനും എല്ലാവരും ഉത്തരം പറഞ്ഞ് ആളുകൾക്കെല്ലാം വസ്വാസം ഉണ്ടാക്കുന്ന നിലക്കുള്ള രൂപത്തിൽ ചോദ്യം ചോദിക്കരുത്. മറിച്ച് പണ്ഡിതന്മാരോട്, അറിവുള്ളവരോട്, കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കുന്ന സ്രോതസ്സുകളിൽ ചോദിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുന്നയാൾ അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടുമുള്ള മര്യാദകൾ പാലിച്ച് വിശുദ്ധ ഖുർആനിനും ഹദീസിനും മഹത്വം നൽകിക്കൊണ്ടൊക്കെ ചോദിക്കുക. അതിനെയൊക്കെ പരിഹസിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനും പ്രവാചകനും അവർക്ക് നൽകേണ്ട വഖാർ നൽകാതെ അത്തരത്തിൽ ചോദ്യം ചോദിക്കുക എന്നുള്ളതും വിലക്കപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ദീനിൽ ശുബ്ഹാത്ത് ഉണ്ടാവുന്നതിന്, സംശയങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. അള്ളാഹു അത്തരം സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുന്ന രൂപത്തിൽ നമ്മുടെ അറിവിനെ വിശാലമാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീൻ അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.